നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവിടെ കുറച്ച് നാളത്തേക്കെങ്കിലും താമസിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളികൾ കുറവായിരിക്കും. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ PR നേടി അവിടെ സ്ഥിരതാമസമാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് അനുമതി ലഭിച്ചാലും പല വിദേശ രാജ്യങ്ങളിലും വീടോ സ്ഥലമോ വാങ്ങാനോ ബിസിനസ് തുടങ്ങാനോ പോലും ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അതിഥികളെ പണം കൊണ്ട് സ്വീകരിക്കുന്ന ചില വിചിത്ര നഗരങ്ങളെന്ന് തന്നെ പറയാം നമ്മുടെ ലോകത്തുണ്ട്. തങ്ങളുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ പുതിയ താമസക്കാരെ തേടുന്ന ചില രാജ്യങ്ങളെയാണ് പറയാൻ പോകുന്നത്. അമേരിക്കയിലെ വെർമോണ്ട്, സ്പെയിനിലെ പോങ്ക, അസ്റ്റൂറിയാസ് എന്നീ നഗരങ്ങളിലൊക്കെ ചെന്ന് താമസിക്കുന്നതിന് അവർ നമുക്ക് ഇങ്ങോട്ട് പണം തരും, അതും ലക്ഷങ്ങൾ. അതെന്തിനാന്ന് പലർക്കും സംശയം തോന്നിയിരിക്കാം. തങ്ങളുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവിടെയുള്ളവരുടെ ലക്ഷ്യം. അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു പർവ്വത പ്രദേശമാണ് വെർമോണ്ട്. ഇവിടെയാണ് ചെഡ്ഡാർ ചീസും പ്രശസ്തമായ ബെൻ ജെറീസ് ഐസ്ക്രീമും ഉത്പാദിപ്പിക്കുന്നത്. ഏകദേശം 6,20,000 ആളുകൾ മാത്രമാണ് ഈ സംസ്ഥാനത്ത് വസിക്കുന്നത്. അതുകൊണ്ടാണ് റിമോട്ട് വർക്ക് ഗ്രാന്റ് പ്രോഗ്രാം അപേക്ഷകർക്ക് 2 വർഷത്തേക്ക് $10,000, അതായത് ഏകദേശം 7.4 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്നത്. 2018 മുതലാണ് ഇത്തരമൊരു ആനുകൂല്യം പ്രഖ്യാപിച്ചത്. അലാസ്കയിലും ഇത്തരമൊരു വാഗ്ദാനമുണ്ട്. കുറഞ്ഞത് 1 വർഷമെങ്കിലും ഇവിടെ താമസിക്കുന്നവർക്ക് പ്രതിവർഷം ഏകദേശം $2,072 ലഭിക്കും, അതായത് 1.5 ലക്ഷം രൂപ. ആളുകളെ ഈ നഗരത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇക്കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് സ്വിറ്റ്സർലാൻഡിലെ ആൽബിനൻ നഗരമാണ്. അതിമനോഹരമായ ആൽബിനൻ പട്ടണത്തിൽ ഏകദേശം 240 ആളുകളാണ് വസിക്കുന്നത്. ഇവിടെ താമസിക്കാനെത്തുന്നവർക്ക് നിരവധി ഓഫറുകളാണ് ഇവർ നൽകുന്നത്. നിങ്ങൾ 45 വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ 25,000 സ്വിസ് ഫ്രാങ്ക് ലഭിക്കും, അത് ഏകദേശം 20 ലക്ഷം രൂപ. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ 45,000 മുതൽ 50,000 വരെ സ്വിസ് ഫ്രാങ്ക് ലഭിക്കും, 40 ലക്ഷം രൂപയാണ് ലഭിക്കുക. നിങ്ങളുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ 8 ലക്ഷം രൂപ അധികമായി ലഭിക്കും. വെറുതെ ലഭിക്കില്ല, 10 വർഷമെങ്കിലും മിനിമം ഇവിടെ താമസിക്കുന്നവർക്കാണ് ഈ പണം ലഭിക്കുക. അടുത്തത് സ്പെയിനിലെ പോങ്ക, അസ്റ്റൂറിയാസ് ആണ്. രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ ഈ ചെറിയ ഗ്രാമത്തിൽ ഏകദേശം 1000 ജനസംഖ്യയാണുള്ളത്. ഇവിടേക്ക് താമസം മാറുന്ന ഓരോ യുവദമ്പതികൾക്കും പ്രാദേശിക അധികാരികൾ €3,000, അതായത് ഏകദേശം 1.5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയാണ്. പട്ടണത്തിൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും €3,000 ലഭിക്കും, അതായത് നിങ്ങൾക്ക് €6,000, ഏകദേശം 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം. ഇക്കൂട്ടത്തിൽ നയാഗ്രയുമുണ്ട്. മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ നയാഗ്ര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നയാഗ്ര എന്ന പട്ടണത്തിലെ അവസ്ഥയും മുകളിൽ പറഞ്ഞതുപോലെ തന്നെ. ഏകദേശം 50,000 ആളുകൾ മാത്രമാണ് ഇവിടെ വസിക്കുന്നത്. ഡൗൺ ടൗൺ ഹൗസിംഗ് ഇൻസെന്റീവ് പ്രോഗ്രാമിന് കീഴിൽ യുവ വിദ്യാർത്ഥികൾക്ക് 2 വർഷം ഈ മേഖലയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്താൽ ഏകദേശം $7,000, അതായത് 5.2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുന്നു. 2 വർഷമെങ്കിലും ഇവിടെ താമസിച്ചിരിക്കണം എന്ന ഉടമ്പടിയാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.